അതേസമയം ഓണാഘോഷത്തിന്റെ തിരക്കിലായിരുന്നു മലയാളികൾ. അത്തരം ആഘോഷങ്ങൾക്കെല്ലാം സമാപനമാവുകയാണ്. ഇതിനിടെ ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഇന്നാണ് നടക്കുന്നത്. ജലഘോഷയാത്രയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് 1:30 നടക്കുന്ന വള്ളംകളിയിൽ 51 പള്ളിയോടങ്ങൾ ആണ് പങ്കെടുക്കുക. A, B ബാച്ചുകളിൽ ആയാണ് മത്സരം. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, എത്രത്തോളം ആവേശത്തിലാണ് വള്ളംകളി പ്രേമികൾ? അഭിലാഷെ, ആറന്മുളയെ സംബന്ധിച്ചും ആറന്മുള പ്രദേശത്തെ നിവാസികളെ സംബന്ധിച്ചും ഈ വള്ളംകളി ഒരു പ്രധാന ആഘോഷമാണ്. അത് ഓണത്തിന്റെ ഏറ്റവും പ്രധാനമായി അവർ ആഘോഷിക്കുന്നത് ഉത്രട്ടാതി ജലമേളയാണ്. ആ ജലമേള എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വള്ളംകളിയെ പോലെ അല്ല കാണുന്നത്. കാരണം പള്ളിയോടങ്ങളാണ്, വള്ളങ്ങളെ പള്ളിയോടങ്ങളാണ് പറയുന്നത്. ആറന്മുള പാർത്ഥസാരഥിയുടെ പ്രതിരൂപങ്ങളായിട്ടാണ് ഈ പള്ളിയോടങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പവിത്രമായും ആചാര അനുഷ്ഠാനങ്ങളോട് കൂടി നടത്തുന്ന ഒരു വള്ളംകളി എന്ന് പറയും. ജലമേളയെന്നും ജലമേളയാണിത്. അപ്പോൾ സ്വാഭാവികമായും കരക്കാരെ സംബന്ധിച്ച് 52 കരക്കാരാണുള്ളത്. 52 കരകളിൽ 51 പള്ളിയോളങ്ങൾ ഈ മത്സര വള്ളംകളിയിൽ പങ്കെടുക്കും. അത് മത്സര വള്ളംകളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും മത്സരം മാത്രമല്ല, വഞ്ചിപ്പാട്ടിന്റെ താളമുണ്ട്, തൊഴുത്തിലുണ്ട്, അതുപോലെ തന്നെ താളത്ത് തുഴയുക, അങ്ങനെ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി ഒരു ചെറിയ വേഗം കൂടി പരിഗണിച്ചാണ് ഇപ്രാവശ്യം വള്ളംകളി നടത്തുന്നത്. അതായത് നമ്മൾ സാധാരണ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് പാലിച്ചുകൊണ്ടുള്ള നടത്തുന്ന ഒരു വള്ളംകളി എന്ന പ്രത്യേകതയാണ് ആറന്മുളയ്ക്കുള്ളത്. അതുകൊണ്ടാണ് ഉത്രട്ടാതി ജലമേള ഈ പള്ളിയോടങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 51 പള്ളിയോടങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ജലമേളയാണ് നടക്കുന്നത്. ജലമേള 1:30 ആരംഭിക്കും. ഇതിന്റെ പൊതുസമ്മേളനം മന്ത്രി കെ രാജനാണ് ഉദ്ഘാടനം ചെയ്ത് ആദ്യം ജലമേള മത്സരം നടക്കുന്നതിനുള്ള ജലമേളയുടെ ആദ്യത്തെ ജലമേളയുടെ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ജലമേളയുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജും, ഒപ്പം മത്സര വള്ളംകളിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ വിപുലമായ പരിപാടികളെല്ലാം പൂർത്തിയായിരിക്കുന്നു. 1:30 തന്നെ മത്സരങ്ങൾ സമയം ആരംഭിക്കുക. അതിനുശേഷമായിരിക്കും മത്സര വള്ളംകളി ആരംഭിക്കുക. നടൻ ജയസൂര്യ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. 52 കരകളിൽ പള്ളിയോടങ്ങളെ പ്രവേശിച്ചിട്ട ആളുകളും അതുപോലെ തന്നെ കരക്കാരും ഒക്കെ ഉച്ചയോടുകൂടി തന്നെ ഈ ആറന്മുള സത്രക്കടലിലാണ് ഈ വള്ളംകളി നടക്കുന്നത്. അവിടെ എത്തിച്ചേരും. അതിനുശേഷം ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും മത്സര വള്ളംകളി ആരംഭിക്കുക. അത് ഈ പറയുന്ന പോലെ ഈ ബാച്ചുകളിലാണ്. അതാണ് എന്തായാലും ആചാര പെരുമയോടുകൂടി തന്നെയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കാൻ പോകുന്നത്. ഒപ്പം സംസ്ഥാനത്തെ ഓണാഘോഷങ്ങളുടെ ഒരു സമാപനം കൂടിയാണ്. തലസ്ഥാനത്ത് ഇന്ന് ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായ സമാപനമാകുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.